അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ്യ ബഅദ. പ്രിയമുള്ള സഹോദരന്മാരെ, ഹജ്ജിൻ്റെയും ഉംറയുടെയും റുക്നുകൾ സൂചിപ്പിക്കാനാണ് ഈ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റുക്നുകൾ എന്ന് പറയുമ്പോൾ ഒരു കർമ്മത്തിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട, അത് ഒഴിവാക്കിയാൽ ആ കർമ്മം അത് കൊണ്ടുവരുന്നതുവരെ, ആ റുക്നുകൾ കൊണ്ടുവരുന്നതുവരെ പരിപൂർണമാവുകയില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾക്കാണ് റുക്നുകൾ എന്ന് പറയുന്നത്. എല്ലാ ഇബാദത്തുകളിലും റുക്നുകൾ അനിവാര്യമായതുപോലെ ഹജ്ജിലും ഉംറയിലും ആ കർമ്മങ്ങളിലും റുക്നുകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യമായി ഉംറയുടെ റുക്നുകൾ ഏതാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഉംറയ്ക്ക് 3 റുക്നുകളാണുള്ളത്. ഇഹ്റാം, ത്വാഫ്, സഅയ് എന്നിവയാണ് ഉംറയുടെ റുക്നുകൾ. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ഉംറ നിഷ്ഫലമായി പോകും. ഈ റുക്നുകൾ കൊണ്ടല്ലാതെ ഉംറ പരിപൂർണമാവുകയില്ല. ഇവയിൽ നിന്ന് വല്ലതും ഒഴിവാക്കിയാൽ അത് കൊണ്ടുവരുന്നതുവരെ അവൻ്റെ ഉംറ പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് റുക്നുകൾ വിട്ടുപോവാതെ, റുക്നുകൾ മറന്നുപോവാതെ എല്ലാ കർമ്മങ്ങളിലും, പ്രത്യേകിച്ച് ഉംറയിലും ഹജ്ജിലുമൊക്കെ അത് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഹജ്ജിൻ്റെ റുക്നുകളാണ് പറയാൻ പോകുന്നത്. ഹജ്ജിന് 4 റുക്നുകളാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ റുക്ന് നമ്മൾ ഉംറയുടെ റുക്നായി പറഞ്ഞ ഇഹ്റാം തന്നെയാണ്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹജ്ജ് നിയ്യത്താക്കൽ അല്ലെങ്കിൽ ഉംറ നിയ്യത്താക്കൽ, അതാണ് ഈ ഇഹ്റാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറും ഇഹ്റാമിൻ്റെ വസ്ത്രം അണിയുക മാത്രമല്ല, ഇഹ്റാമിൻ്റെ വസ്ത്രം അണിയുന്നത് കൊണ്ട് ഒരാൾ ഹജ്ജിലോ ഉംറയിലോ പ്രവേശിക്കുന്നതില്ല. കാരണം ഒരാൾ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി ഇഹ്റാമിൻ്റെ വസ്ത്രം അണിയുന്നതോടൊപ്പം തന്നെ നിയ്യത്ത് അവൻ കരുതേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഉംറയുടെയും ഹജ്ജിൻ്റെയും സന്ദർഭത്തിൽ ഹജ്ജ് കർമ്മത്തെ അല്ലെങ്കിൽ ഉംറ കർമ്മത്തെ നിർണയിച്ച് അത് ഉച്ചരിക്കാവുന്നതാണ്. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ അപ്രകാരം സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നിയ്യത്തിൻ്റെ സ്ഥാനം അത് ഹൃദയമാണ്. എന്നാൽ ഹജ്ജിൻ്റെയും ഉംറയുടെയും ഏറ്റവും ശ്രേഷ്ഠമായ ഈ കർമ്മം താൻ ചെയ്യുന്നു എന്ന ഹജ്ജ് കർമ്മത്തെ നിർണയിച്ച് അത് അവന് ഉച്ചരിക്കാവുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഹജ്ജിൻ്റെ റുക്ന് അത് അറഫയിൽ നിൽക്കലാണ്. ഇത് റുക്നാണ് എന്ന് പണ്ഡിതന്മാർ ഏകോപിച്ച അഭിപ്രായം, അവരുടെ ഇജ്മാ ഉള്ള ഒരു കാര്യമാണ്. കാരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ഹജ്ജു അറഫ, ഹജ്ജ് അറഫയാകുന്നു എന്ന്. മൂന്നാമത്തെ ഹജ്ജിൻ്റെ റുക്കിന് തവാഫുൽ ഇഫാല അല്ലെങ്കിൽ തവാഫു സിയാറ എന്ന പേരിൽ അറിയപ്പെടുന്ന തവാഫാണ്. ഈ തവാഫ് ഒരാൾ കൊണ്ടുവന്നില്ല എങ്കിൽ അവൻ്റെ ഹജ്ജ് പൂർണ്ണമാവുകയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, പിന്നെ അവർ തങ്ങളുടെ അഴുക്ക് നീക്കിക്കളയുകയും തങ്ങളുടെ നേർച്ചകൾ നിറവേറ്റുകയും പുരാതനമായ ആ ഭവനത്തെ പ്രദക്ഷിണം വെക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്നുള്ളത് ഈ തവാഫുൽ ഇഫാലയെ സംബന്ധിച്ചാണ് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാലാമതായി ഹജ്ജിൻ്റെ റുക്കിന് സഫാ മർവയ്ക്കിടയിൽ സഅയ് നടത്തലാണ്. ഇത് റുക്കനാകുന്നു എന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ് അതിന് തെളിവായി പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ അത്തമല്ലാഹു ഹജ്ജ ഇംരിഇൻ വലാ ഉംറതഹു ലം യതുഫ് ബൈന സഫ വൽ മർവ. സഫ മർവയ്ക്കിടയിൽ സഅയ് ചെയ്തിട്ടില്ലാത്ത ഒരാളുടെ ഹജ്ജും ഉംറയും അള്ളാഹു പൂർത്തീകരിക്കുകയില്ല, അല്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. വേറെ ഹദീസിൽ കാണാം, ഇസ്ഔ ഫഇന്നല്ലാഹ കതബ അലൈക്കുമുസ് സഅയ്, നിങ്ങൾ സഅയ് ചെയ്യുക, കാരണം അള്ളാഹു നിങ്ങൾക്ക് സഅയ് നിർബന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ,
ഇപ്പോൾ പ്രസ്താവിക്കപ്പെട്ട ഹജ്ജിൻ്റെയും ഉംറയുടെയും റുക്കുനുകൾ, ഈ റുക്കുന് കൊണ്ടല്ലാതെ ഹജ്ജും ഉംറയും പൂർണ്ണമാവുകയില്ല. വല്ലതും ഇവയിൽ നിന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ അത് എത്തിക്കുന്നത് വരെ അവൻ്റെ ഹജ്ജും ഉംറയും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് റുക്കുനുകളെ സംബന്ധിച്ചുള്ള ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.